ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടൊക്കെ ബെഡ്ഷീറ്റ് കിട്ടുന്ന കടയാട്ടോ മാഗ്നിസ്കേപ്സ്. ബെഡ്ഷീറ്റ് നല്ല ഭംഗി മാത്രമല്ല, നല്ല ക്വാളിറ്റിയിൽ, നല്ല അഫോർഡബിൾ ആയിട്ട്, നല്ല മിതമായ വിലയിൽ നല്ല ബെഡ്ഷീറ്റുകൾ കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുന്ന പോലെ തന്നെ ബെഡ്ഷീറ്റുകളെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും, ചിലതൊക്കെ നല്ല തിക്കായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോസ് മുഴുവൻ കേൾക്കണേ. ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഇതുപോലെ നന്നായിട്ട് ഹക്കോബയൊക്കെ പിടിപ്പിച്ചിട്ടുള്ള നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഈ ഒരു അക്കോബ നല്ല ഒരു വിട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ലേസും പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റിന് ചുറ്റും ഉണ്ടല്ലോ, അതായത് ബെഡ്ഷീറ്റിന് ചുറ്റും നമ്മൾ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ചുറ്റും പിടിപ്പിക്കാറില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, താഴോട്ട് കിടക്കുമ്പോഴും കൂടെ ഇച്ചിരി ലേസ് ഒക്കെ വെച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കുമല്ലോ, നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമൊക്കെ നിങ്ങൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ അയച്ചാൽ ചിലതൊക്കെ നമ്മൾ അതുപോലെയൊക്കെ അങ്ങ് ചെയ്യുവേ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഡിസൈനർ ബെഡ്ഷീറ്റ്സ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ബെഡ് കവറാണ്. ഈ ബെഡ് കവർ ഉണ്ടല്ലോ, നമുക്കിത് പുതയ്ക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ഇത് ബെഡിൽ സ്പ്രെഡ് ചെയ്തിടുകയും ചെയ്യാം. പകൽ സമയത്ത് ഇതിങ്ങനെ പകുതിയായിട്ടൊക്കെ മടക്കിയൊക്കെ വെച്ച് നിങ്ങൾ പുതിയ സീരീസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവല്ലോ, എന്താ പറയുന്നത്, പുതിയ സിനിമയിലൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ കൂടുതൽ അതൊക്കെ നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് അങ്ങനെ ബെഡ് കവേഴ്സ് പല കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ബെഡ് കവർ ഈ ഒരു ബെഡ് കവറാണ്. നല്ല ഭംഗിയായിട്ട് ചെറിയ പൂക്കളാണ്, ചെറിയ പൂക്കളോട് കൂടിയ നല്ല ഒരു ബെഡ് കവർ. ഇത് റിവേഴ്സിബിൾ പ്രിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ താഴെ ഉണ്ടല്ലോ, ഇതിന്റെ ബാക്ക് വശം എന്ന് പറയാൻ പറ്റത്തില്ല, ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെയുള്ള കളറാട്ടോ, നല്ല ഗ്രീന്, ഒരു നല്ല രസമായിട്ടുള്ള കളറ്, നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ട് ഉള്ള നല്ല ബെഡ് കവർ. ഈ ബെഡ് കവറിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ അതൊരു സ്റ്റൈലാണല്ലോ, 2 പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് അങ്ങനെ ബെഡ് കവേഴ്സിന്റെ കൂടെ ചില സമയത്തെ പില്ലോ കവേഴ്സ് കിട്ടാറുള്ളൂ കേട്ടോ. ഇനിയുള്ളത് ഇതിന് തന്നെ ഞാനിപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ബെഡ്ഷീറ്റ് ഇന്നലെയൊക്കെ കാണിച്ച് എല്ലാവരും ഒരുപാട് ഓർഡേഴ്സ് ഉള്ള ഒരു ഷീറ്റാണ് ഇത്. നമുക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്. ഇത് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി. ഇത് ചെയ്യുന്ന ആളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, അത്ര ഭംഗിയായിട്ട് ഇവരിത് ചെയ്യുന്നേ, നല്ല ഭംഗിയായിട്ട്. അതായത് ഈ ബെഡ്ഷീറ്റ് ഫുൾ ഇതുപോലെ നല്ല ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ. ഇതൊരു ക്യൂൺ സൈസിനും കിങ് സൈസിനും അവൈലബിൾ ആണ്. ഇത് ആ സെറ്റിങ്ങിൽ കറക്റ്റായിട്ട് വന്ന് കറക്റ്റായിട്ട് വീഴും. നിങ്ങളുടെ സൈസ് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സൈസ് എടുത്ത് തരും. ഇതിനൊരു പ്രത്യേക തരം മെഷർമെൻ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് വെയിറ്റുമാണ്. അവിടെ കിടക്കും. നമ്മൾ അകലേന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പൂക്കൾ വൈറ്റിൽ ഇങ്ങനെ ഗ്രീനും യെല്ലോ ഒക്കെ പൂക്കൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. ഇനിയുള്ളത് ലൈറ്റ് വെയിറ്റ് അല്ല, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇത് ഇങ്ങനെ നോക്കിയാൽ ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ലൈൻസ് ആട്ടോ. ഈ പൂക്കള് കാകളൊക്കെ ഇഷ്ടപ്പെടുന്നില്ലാത്ത നമ്മുടെ ചേട്ടന്മാർക്ക് നമുക്കൊക്കെ വേണ്ടി നല്ല ഒരു സൈസിലുള്ള നല്ല സൈഡ് ബോർഡറൊക്കെ ഇതുപോലെ വന്നിട്ടുള്ള നല്ല ഒരു ബെഡ്ഷീറ്റാണ്. ഫുള്ളായിട്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഈ ഒരു ഷീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, തിക്കായിട്ടുള്ള കോട്ടണ. ഇപ്പൊ രാവിലെ നമുക്ക് ബെഡൊക്കെ വിരിക്കാൻ മടിയാണെങ്കിലും ഇത് അവിടെ പോലെ നന്നായി വൃത്തിയായിട്ട് കിടന്നോളും കേട്ടോ. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊട്ടി കൊടുത്താൽ മതി. എന്നാലും എല്ലാ ദിവസവും മടിയൊന്നും കൂടാതെ നമ്മൾ ബെഡൊക്കെ വിരിക്കുമ്പോൾ നമുക്ക് തന്നെ അന്നത്തെ ദിവസവും നല്ല പോസിറ്റീവായിട്ടൊക്കെ തോന്നും കേട്ടോ. ഇങ്ങനെ ചുരുട്ട് മാറിച്ചൊക്കെ ഇടുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ, അതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ്. ഇത് കണ്ടോ, നല്ല ബാക്ക്ഗ്രൗണ്ടില് നല്ല പൂക്കള്, നല്ല വൈറ്റ് കളർ പൂക്കള്, നല്ല ക്രീം കളർ പൂക്കള് കേട്ടോ. സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ബെഡ് വിരിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് അതൊന്നും അത്ര കാണുകയോ ഇതൊക്കെ വലിയ തെറ്റാണല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട കേട്ടോ. ചില ദിവസങ്ങളിൽ മനുഷ്യന്റെ മൂഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡാണല്ലോ. അപ്പൊ ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്.
ഇനിയുള്ളത് നല്ല രസമാട്ടോ. ഇത് കണ്ട് എന്ത് രസമാന്ന് നോക്കിയേ, നല്ല ഒരു ഡാർക്ക് ബ്ലൂ കളറ്, അതിൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുന്ന ഒരു നല്ല രസമായിട്ടുള്ള നല്ല ഈ ഇൻഡിഗോ കളേഴ്സ് ഒക്കെ പോലെ നല്ല ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഒരു ബ്ലൂ പോട്രി ഏതാണ്ടൊക്കെ ഒരു മോഡലൊക്കെ പോലെയൊക്കെ തോന്നുന്ന ഒരു ഷീറ്റാ. അതുപോലെയൊന്നും അല്ല കേട്ടോ, എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. സൈഡ് ബോർഡർ നല്ല വൈറ്റ് കളറാണ്. നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. ഈ ബെഡ്ഷീറ്റുകളെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റിയാണ്, കളർ ഒന്നും പോകത്തില്ല, കളർ ഗ്യാരണ്ടി എല്ലാ ബെഡ്ഷീറ്റ്സും ഉണ്ട്. കിങ് സൈസിന്റെ മെഷർമെന്റ് ഇതുണ്ട്. നല്ല ഷീറ്റ് അല്ലേ, എന്ത് നല്ല രസമാണ്. ഇതൊരു ഗ്രാൻഡ് ആയിട്ട് തോന്നുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. അതായത് നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഗ്രേ കളറിൽ നല്ല ഒരു പടം, നല്ല ഒരു പ്രത്യേകതരം ഒരു പടം, സൈഡ് ബോർഡർ നല്ലൊരു ഗ്രേ കളറിലാട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഞാൻ എന്ത് കാണിച്ചാലും ലാസ്റ്റ് എനിക്ക് പൂക്കൾ കാണിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഈ പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ചില സമയത്ത് എല്ലാവരും പറയും അങ്ങനെയല്ല, എനിക്ക് ഓരോ ഷീറ്റിനും ഓരോ സ്നേഹമാണ്. പക്ഷെ എനിക്ക് പൂക്കൾ എന്തോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്, നല്ല ഭംഗിയായിട്ട് നല്ല ഓറഞ്ച്, നല്ല യെല്ലോ, നല്ല പച്ചയില, സൈഡ് ബോർഡർ പ്രത്യേക തരം കളറാണ്. അപ്പം നമുക്കത് നമ്മുടെ റൂമിൽ ഒരു കൂടുതൽ ഒരു സുന്ദരമായിട്ടൊക്കെ അത് തോന്നും. അപ്പം നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ നമ്മൾ ലൈറ്റ് കളർ പ്ലെയിൻ കളർ കുഷ്യൻ കവേഴ്സ് ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വെച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. ഈ ചെറുപറമ്പത്ത് റോഡ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കും അയ്യോ ഇത് എവിടെയാണ്. അപ്പം നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 ആ വഴി അകത്തോട്ട് വരുമ്പോൾ ഒരു 100 മീറ്റേഴ്സ് കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഒരു വീട് പോലെ തോന്നിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പൊ അതിൻ്റെ അടിയിലാണ് നമുക്കുള്ളത് നമ്മുടെ ചെറുപറമ്പത്ത് റോഡിൽ ഈ ഒരു സ്റ്റോർ ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാക്ക് വശത്ത് ഒരു 10-30 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു.